ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡ്രയറിനെ കുറിച്ചാണ്. ആക്ച്വലി തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഒരു ഭയങ്കര ചലഞ്ചാണ് തുണി ഉണക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം പലരും ആശ്രയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഹീറ്ററിൻ്റെ പുറത്തൊക്കെ ഇട്ട് ഡ്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ആക്ച്വലി അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് മോൾഡ് ഉണ്ടാകാനും ഹ്യൂമിഡിറ്റി തങ്ങി നിന്നിട്ട് പിന്നെ കാണുമ്പോഴൊരു ഒരു അഭംഗി എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനൊരു പരിഹാരമാണിത്. പലർക്കും അറിയാം, എന്നാൽ ചിലർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ റീസെൻ്റ്ലി ഞാനിതിനെക്കുറിച്ച് ഒരാളുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് പലർക്കും ഇതിനെ അറിയത്തില്ലെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഓർത്തു ഇതിനെ റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാമെന്ന്. എല്ലാവരുടെയും പ്രശ്നം വീണ്ടും ഒരു പൈപ്പ് കണക്ഷനും എക്സ്ട്രാ ഫിറ്റിങ്സും ഒക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ഇതിന് ആകെ ഒരു പ്ലഗ് പോയിൻ്റ് മാത്രം മതി. പിന്നെ നിങ്ങൾ സ്പേസ് ഉണ്ടാക്കേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും വീടിനകത്ത് അത് വെക്കാനായിട്ട്. ഓക്കെ, സെയിം ലൈക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണ്. പിന്നെ അതിനകത്തൊരു നമുക്കൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ ഈ വെള്ളം ഡ്രൈ ആയിട്ട് തുണിയിൽ നിന്ന് അതിലേക്ക് വന്ന് കളക്ട് ചെയ്തിട്ട് ആ ടാങ്ക് നമുക്കെടുത്ത് ജസ്റ്റ് ഡിസ്പോസ് ചെയ്താൽ മതി. അതേപോലെ പിന്നെ ഈ എന്തെങ്കിലും നൂലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒരു ഫിൽറ്ററിനകത്ത് വരും. ആ ഫിൽറ്റർ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ വാങ്ങിക്കുന്ന ഏത് ടൈപ്പാണ്, ഏത് കമ്പനിയുടെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഇത് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നത്, കറണ്ടിൻ്റെ കാര്യം എല്ലാവരും പറയുന്നത് ഒരുപാട് കറണ്ട് വേണ്ടി വരും. പക്ഷേ നമ്മൾ ഹീറ്റർ ഇടേണ്ടി വരുമല്ലോ ചൂടാക്കാൻ വേണ്ടി. നമ്മുടെ വീട് ചൂടാകാനായിട്ട് ഹീറ്റർ ഇടും. അതുപോരാതെ നമ്മൾ തുണി ഇങ്ങനെ കിടക്കുമ്പോൾ ഹീറ്റർ ചിലപ്പോൾ അൺനെസസറി ഇടേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയ്ക്കും എൻ്റെ ഒരു 4 വർഷമായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കിതുവരെ അങ്ങനെ ഒരു എക്സ്ട്രാ കറണ്ട് ഇതിനു വേണ്ടി വരുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചെയ്യുന്നത് ആക്ച്വലി അയൺ ഡ്രൈ എന്ന് പറയുമ്പോൾ 1.5 hour ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് തുണി നമുക്ക് കിട്ടും ഡ്രൈ ആയിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡ്രൈയിങ് ലെവൽ സെറ്റ് ചെയ്യും. അപ്പോൾ ലെവൽ 3 ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞ വെള്ളത്തിൻ്റെ ആ ടാങ്ക് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതിനകത്ത് ഈ വെള്ളത്തിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോയി empty ചെയ്യാൻ പറ്റും. ഓക്കെ, കാണാമല്ലോ അല്ലേ? നമുക്ക് വെള്ളം empty ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞത് ഫിൽറ്ററിൻ്റെ കാര്യമാണ്. ഫിൽറ്റർ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇത് നമുക്കെടുത്ത് അത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആവും. ഓക്കെ, താങ്ക് യു.